ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കുണ്ടേ നമുക്കൊന്നും കൂടി ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റുമാണ്, നല്ല സ്വീറ്റുമാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 4 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ നടുക്ക് കൂടി കീറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക. ഇതിന് വേണ്ടി ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ട്രഡീഷണലായിട്ടുള്ള ഉണ്ടാക്കുന്ന സമയത്ത് ഈ അണ്ടിപ്പരിപ്പൊന്നും പൊതുവേ ഇടാറില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഇട്ടത്. അതുകൊണ്ടാണ് ഇതെല്ലാം വളരെ കുറച്ചിടുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കതിൽ നിന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വെക്കാം. അതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം ഇടുന്നത്. ഇനി നമുക്ക് ആ പഴം മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി നമ്മൾ ഈ പഴമെല്ലാം നന്നായിട്ട് ഈ നെയ്യ് കിടന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം. ഈ കായ്പോള 1-2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ആ നെയ്യ് കിടന്ന് പഴമെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് ഇതിന് കഴിവൊന്ന് പഴുത്ത പഴം തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒരു കറയുടെ ചുവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടോയെങ്കിൽ ഞാൻ ഇട്ടുവെന്ന് മാത്രമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ആ മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 നേന്ത്രപ്പഴത്തിനാണ് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട്, ഏലക്ക നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ആ മുട്ടേൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായ്പോളൊക്കെ എപ്പോഴും കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ പഞ്ചസാര ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ട ഒഴിച്ചാലും മതി, ഇങ്ങനെ ബീറ്റ് ചെയ്താലും മതി. അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളൂ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പഴം കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിപ്പോൾ വേറെ നിൽക്കുന്ന പോലെയില്ല, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം, നന്നായിട്ട് യോജിക്കണം. നമ്മൾ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് നിങ്ങൾക്ക് കോരിട്ട് കാണിച്ചിട്ട് കണ്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്, അതാണ് ബാറ്റർ. ഇപ്പോൾ ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോസ് പാനിലോ ഫ്രൈ പാനിലോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കുക്കർ എടുത്തിട്ടുണ്ട്, ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റുക. പോളകൾ ഉണ്ടാക്കുമ്പോൾ അധികം നമ്മൾ ആരും വെയിറ്റ് ഇടില്ല, അപ്പോൾ വെയിറ്റ് എടുത്ത് മാറ്റുക. എന്നിട്ട് അത് മൂടി വെക്കുക. വളരെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അഥവാ ചൂട് കൂടി അത് കരയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾ എന്തെങ്കിലും കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാനത് മാറ്റിയെടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് സെർവ് ചെയ്തോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.